എന്റെ പ്രൂഫ് കിട്ടിയ എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയ എന്താ രാമേന്ദ്ര പ്രശ്നം? ഗ്യാങ്ങിലെ ആദില്, ജാസി, പിന്നെ മമ്മു ഇവര് പിടിച്ചൊരു വള്ളി റെയിൽവേ സ്റ്റേഷൻ ആകെ പുലിവാലല്ലോ ആയല്ലോ. അന്റെ പ്രൂഫ് കൊണ്ടുപോയി സാറേ മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരില്ല. അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഫേമസ് ആണ് അതിന്റെ അടുക്ക് ഒന്നും പറ്റില്ല. വേഗം എടുത്തു. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എടാ ജാട വേണം. ജാട ഉണ്ടെങ്കിൽ ഈ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റൂ. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. ഇതൊക്കെയായി എന്റെ ആഗ്രഹം. പോലെ സാറേ ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ. സാറ് വേഗം വാച്ചിങ് കൂടി വാച്ച് കൂടിച്ചാ ഫേസ് വാല്യൂ വേണ്ടേ? നീ എന്താ എന്നെ വരട്ടെ? ടീച്ചർ എന്നോട് എന്തെല്ലാം ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാനാ? മെഡിക്കൽ വെറും മറ്റടുത്ത ചോദ്യമാണ് ചെക്കനോട് ചോദിച്ചത്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ. എങ്ങനെയാ മുത്ത? എന്താണ് ചങ്ങാന്റെ പേര്? കൃഷ്ണകുമാരാ? മുത്തിങ്ങോ തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. ഈ തോൽവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഇപ്പോൾ തന്നെ സെൻട്രൽ മിനിസ്റ്ററെ ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്തു. ഇതൊക്കെ കാരക്കല്ല എല്ലാം സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ. അടിച്ചോ അത്ര അടിച്ചോ. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആകെ പുലിവാല പിടിച്ച മാതിരിയായി. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. നമ്മളിനിപ്പോ സ്റ്റേഷനിലാണ് ഫ്ലൈറ്റ് തിന്നതാ. എന്ത് വർത്താനം ചെക്കനോട്? അല്ലല്ല ഓനോട് ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ? മനുഷ്യൻ നിങ്ങൾക്ക് നാണില്ലേ? റീൽസ് ചെയ്യുന്നവർക്ക് എന്തോന്ന് നാണോടി. അല്ല നീ എന്നാ പറ. പ്രൂഫ് അപരാധിച്ച ഭർത്താവാണോ നിങ്ങൾ? എന്താ പേര് നോക്കട്ടെ. ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന സംപ്രേഷണം പന്നി. സാറിന്റെ ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് അങ്ങനെ ചൂടാവൂ. എടോ ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. എവിടെ പോന്ന്? ആടെന്ന് ചോറ് കൊടുക്കുന്നുണ്ടാ? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണല്ലോ എന്റെ ഈശ്വര. കണ്ടക ശനി കൊണ്ടേ പോകൂ. അടിക്കണ്ടേ എന്താ മണ്ടന്മാരെന്നൊക്കെ പറഞ്ഞല്ലോ, ലോക പൊട്ടന്മാര്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. മമ്മൂനെ സംബന്ധിച്ചിടത്തോളം എവിടെ ആരോട് എന്ത് പറയണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരു എന്താ പറയാ, എവിടെ പോണ വള്ളിയും പിടിച്ച് തലയിൽ വെക്കുന്ന രീതിയിലുള്ള ഒരുത്തൻ. ഞാൻ ചെറിയൊരു മാനസിക രോഗിയാണ് കേട്ടോ. മമ്മു അവന് ഒരു ബിഹേവിയർ ഇഷ്യൂ എവിടെയോ ഉണ്ട്. There are some psychological reasons. വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും.